നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗ്രാമപഞ്ചായത്തിൽ ഹരിത പ്രഖ്യാപനം നടത്തി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ഗ്രേഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിത പ്രഖ്യാപനം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചെർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായി ബേബീസ് ഹാപ്പിനെസ് ഡേ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. പാർലം ഗ്രാമപഞ്ചായത്തിൽ ഹരിത പ്രഖ്യാപനം നടത്തി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ഗ്രേഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിത പ്രഖ്യാപനം നടത്തിയത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പാർലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും അംഗൻവാടികളിലും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഗ്രേഡ് നേടിയ സ്ഥാപനങ്ങളെയാണ് ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത്. ഹരിത പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് മാസ്റ്റർ, K പ്രമോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, വാർഡ് മെമ്പർമാരായ സ്മിനു മുകേഷ്, ജൂബി മാത്യു, PK ലിജീവ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ P സുശീൽ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചെർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 സ്കൂളുകളിലെ കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർപ്പ് CNN GHSS, ചേർപ്പ് CNN BHS, അമ്മാടൻ സെയിന്റ് ആന്റണീസ് HSS സ്കൂളുകളിലെ 170-ലധികം കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ചേർപ്പ് മഹാത്മാ മൈതാനത്ത് നടന്നത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് സല്യൂട്ട് സ്വീകരിച്ചു. ചേർപ്പ് SHO M അഫ്സൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പ്രധാന അധ്യാപകരായ സ്ട്രെയിനി ചാക്കോ, EP ഉണ്ണികൃഷ്ണൻ, CS രാജു, KM രജനി തുടങ്ങിയവർ പങ്കെടുത്തു. CPOമാരായ K ദിലീപ് കുമാർ, ശ്രീജിത്ത് വാര്യർ, KR രഞ്ജിത്ത്, ഡോക്ടർ CM ഷംല, MB സവിത, C റോസ്മോൾ ജോർജ്, PK തുഷാര എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും ഈ സമൂഹത്തിൻ്റെ ആശയവും ആവേശവുമായി SPC പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ SPC പദ്ധതിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഈ പദ്ധതി ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ മൂല്യമെന്തെന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ദൈനംദിന നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മയക്കുമരുന്നിൻ്റെ ഉപഭോഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംഭാവനയാണ് നമ്മുടെ സമൂഹത്തിന് SPC കേഡറ്റ്സിന് ചെയ്യാൻ കഴിയും. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായി ബേബീസ് ഹാപ്പിനെസ് ഡേ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. പ്രാഥമിക തലത്തിൽ സ്കൂൾ പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടാണ് സ്കൂളുകളിൽ ചിത്രശലഭം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായാണ് ബേബീസ് ഹാപ്പിനെസ് ഡേ പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത് എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ വിഷമതകളോടുകൂടിയ ഒരു സ്കൂൾ ജീവിതം പിന്നോട്ട് പോയിട്ടുള്ള പഴയ കാലഘട്ടം നമ്മളെ പലപ്പോഴും ഓർക്കുന്നുണ്ട്. വലിയ സന്തോഷകരമായ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് വലിയ ഒരളവില് ഏറ്റവും സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ പരിലാളിക്കുന്നത്.
അവരുടെ എല്ലാ വളർച്ചയിലും മാതാപിതാക്കൾ വലിയ ശ്രദ്ധാലുവായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ കരുതിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആകമാനം തന്നെ. അപ്പൊ അവരുടെ ആഹ്ലാദത്തിൽ, വലിയ ആഹ്ലാദത്തിലാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അവരുടെ എന്താ പറയുന്നത് ആരോഗ്യം, അതുപോലെ തന്നെ വളർച്ച, അവരുടെ എന്താ പറയുന്നത് ഭക്ഷണക്രമം, ഇതൊക്കെ നമ്മൾ വലിയ ശ്രദ്ധാലുവായിട്ടാണ് നമ്മൾ ക്രമീകരിച്ച് പോകുന്നത്. വീടുകളിൽ മാത്രമല്ല, വിദ്യാലയങ്ങളിലും ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ പരിശോധിക്കുമ്പോൾ ഇത് വിപുലമായ ഒരു സഞ്ചയമാണ്. ഇവിടെ ഹൈസ്കൂളും BHSCയും ഹയർ സെക്കൻഡറി ഒക്കെ കൂടുന്ന വിപുലമായ സഞ്ചയത്തിനോട് കൂടിയാണ്. ഇവിടെ ഇതന്നെ നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയിട്ടുള്ള ഒരു പഠന സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില സമ്പ്രദായങ്ങളാണ്. നമ്മുടെ സ്കൂളുകളെല്ലാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഹൈടെക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെന്നും ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം എല്ലാവരും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ ജോലി എല്ലാവർക്കും ആവശ്യമാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസത്തിന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നവരാണെങ്കിൽ പോലും ഈ ചെറിയ കാലഘട്ടത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നേടേണ്ട കാലഘട്ടത്തിൽ എപ്പോഴും നമ്മുടെ സ്കൂളുകളെ തടയുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നിന്നും, സർക്കാർ സ്കൂളുകളിൽ നിന്നും പഠിച്ചു പോയ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, പ്രശസ്തരായിട്ട് പല മേഖലകളിലും ഇരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ ആരും വില കുറച്ച് കാണരുത്. നമ്മുടെ എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം, നല്ല രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം തന്നെയാണ് സർക്കാർ സ്കൂളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർഡംഗം ശ്രുതി ശ്രീശങ്കർ, പ്രധാന അധ്യാപകൻ രാജു, PTA പ്രസിഡന്റ് MS അലക്സി, SMC ചെയർമാൻ ഷമീർ, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുരുന്നുകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മഹാത്മാ അംഗൻവാടിയെ ആദരിച്ചു. പെരിങ്ങോട്ടുകരയിൽ വാഹനാപകടം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് മുറ്റിച്ചൂർ സ്വദേശികളായ ദമ്പതികൾക്ക് പരിക്ക്. മുറ്റിച്ചൂർ സ്വദേശികളായ അണ്ടേഴത്ത് വീട്ടിൽ ശിവശങ്കരൻ, ഷീല എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്ക് ലോറിക്കടിയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. സാരമായി പരിക്കേറ്റ ദമ്പതികളെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരക്കുമായി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് ഇടിച്ചത്. ലോറി അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2025 ന്യൂ ഇയറിനോടനുബന്ധിച്ച് തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നടത്തിയ ഡയമണ്ട് നെക്ലസ് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഡയമണ്ട് നെക്ലസ് സമ്മാന നറുക്കെടുപ്പ് പദ്ധതി ഒരുക്കിയത്. 2025 ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നടത്തിയ ഡയമണ്ട് സമ്മാന നെക്ലസ് സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR ദിനേശ് നിർവഹിക്കുന്നു. വിശിഷ്ടതകളായിരിക്കുന്ന നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR ദിനേശ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു പ്രദീപ്, 10ാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീദേവി മാധവൻ, അതുപോലെ തന്നെ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയായ ശ്രീ സുരേഷ് ഇയാനി എന്നിവരെയും ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ ഫംഗ്ഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, തൃപ്രയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് ഇയാനി, ഇഷാര MDമാരായ രാജൻ ചെമ്പാറ, സാഗർ പോട്ടയിൽ, മാനേജർ ജിൻസൺ മംഗലം, PRO KM ഉബൈദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരുക്കിയിട്ടുള്ള വലിയൊരു സമ്മാനം, അതായത് ഇന്നിവിടെ നറുക്കെടുപ്പിലൂടെ നമ്മൾ വിജയം പ്രഖ്യാപിക്കും. 1,60,60,000 രൂപയോളം വിലയുള്ള ഈ ഡയമണ്ട് അത് കിട്ടുന്ന ഭാഗ്യമാണ്. എന്തായാലും ഒരുക്കിയിട്ടുള്ള സമ്മാനം ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. പ്രണയത്തിൻ്റെയൊക്കെ വലിയ
രക്തസാക്ഷി ദിനത്തിൻ്റെ ദിവസം കൂടിയാണ് വാലന്റൈൻ ദിനം. അപ്പോൾ ആർക്കാണ് കിട്ടുന്ന പുരുഷന്മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ത്രീകൾക്ക് പ്രണയ സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിയണം എന്നാണ് ഒരു ആഗ്രഹം. കിട്ടുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനൊരു പദ്ധതി ഒരുക്കിയ ഇഷാര ഗോൾഡിന് എല്ലാ പാർട്ട്ണർമാർക്കും അതിൻ്റെ ജീവനക്കാരും സുഹൃത്തുക്കളെല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം. ഭാഗ്യവാനായാലും ഭാഗ്യവതിയായാലും അവർക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും തുടർന്ന് ഞാൻ പറയും, ഇപ്പോൾ ഗോൾഡിനൊക്കെ നല്ല വിലയാണ്. അപ്പം ഇങ്ങനത്തെ ഒരേ ഇതൾ വെച്ചുകൊണ്ട് ഒരു പരസ്യം കൂടിയാവും, ശരീരം പരസ്യം കൂടിയാവും. ഇനിയും ഇത്ര നറുക്കെടുപ്പ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് എല്ലാ കഥകളായാലും തുണി കഥകളായാലും ജ്വല്ലറികളൊക്കെ തന്നെ നല്ലൊരു ജനങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം ഓരോ സംരംഭങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാവിധ ആശംസകളും നടത്തുന്നുണ്ട്. ന്യൂഇയറിനോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ഡയമണ്ട് ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലസ് നറുക്കെടുപ്പ് കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് എല്ലാ വിശിഷ്ടാതിഥികൾക്കും എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെയും ഇഷാര ഗോൾഡ് ഡയമൻ്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീജ അല്ല ജയശ്രീ തെക്കൂട് ഹൗസിന് അവർക്കാണ് നറുക്കിലൂടെ സമ്മാനം ലഭിച്ചത്. വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കളക്ഷനുകളുമായി ഉപഭോക്താക്കളെ വിസ്മയിപ്പിച്ച ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ വ്യത്യസ്തമായ കേരള, ചെട്ടിനാട്, നഗാസ്, കുവൈറ്റി, സിംഗപ്പൂർ, പ്രഷ്യസ്, ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സാധാരണക്കാരന് കുറഞ്ഞ ബജറ്റിൽ അടിഞ്ഞൊരുങ്ങാൻ അന്തർദേശീയ നിലവാരത്തിലുള്ള ഡിസൈനിങ്ങിൽ 18 ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷനുകൾ എമ്മ എന്ന ബ്രാൻഡിൽ ഇഷാരയിൽ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ചന്ദ്രാപിന്നി സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി എറക്കൽ വീട്ടിൽ 37 വയസ്സുള്ള സൂരജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചന്ദ്രാപിന്നി, കയ്പമംഗലം എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് സൂരജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. വിവിധ സ്റ്റേഷനുകളിലായി 26ഓളം കേസുകളിൽ പ്രതിയാണ് സൂരജ്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് സൂരജ് നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം എസ് ഐ മുഹമ്മദ് സിയാദ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അൻവറുദ്ദീൻ ഗിരീഷൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡെൻസ്മോൻ, ഷിജു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സ്വന്തം ക്യാമറയിൽ പകർത്തിയ ചിത്രശലഭങ്ങളുടെ 2023 പകർപ്പുകൾ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ഇതേക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കമൽജിത്ത് കരുണാകരനെ ആദരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. ചെയർമാൻ ആൻഡ്രൂ തുറൈൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷയുടെ വൈസ് പ്രസിഡന്റ് എം.ബി. സജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരായ കമൽജിത്ത് ഒരു പ്രതിഭയാണ്. ഇപ്പോൾ നമ്മൾ പറയും പ്രതിഭകളൊക്കെ അപൂർവമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലൊരു പ്രതിഭയാണ്. സച്ചിൻ തെണ്ടുൽക്കറിനേക്കാൾ നന്നായി കളിച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ. അത് എവിടെ എത്തിയില്ല. അതുപോലെ അതിനേക്കാൾ പ്രതിഭയുള്ള ആളായിരുന്നു സച്ചിൻ്റെ കൂടെ കളിച്ച വിനോദ് കാംബ്ലി. അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയണം. ലോക റെക്കോർഡ് സച്ചിൻ്റെയും കാംബ്ലിയുടെയും പേരിലാണ്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഡബിൾ സെഞ്ചുറി അടിച്ച് അത്രയും അദ്ദേഹം പണം കണ്ടപ്പോൾ അതിൽ മയങ്ങി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി ഒരു വലിയ സച്ചിനൊന്നുമല്ല കാംബ്ലി ആയിരുന്നു ഇന്ത്യയിലെ ലോകത്തെ ക്രിക്കറ്റിനേക്കാൾ മിടുക്കനായിരുന്നു. നശിച്ചുപോയി. അപ്പോൾ പ്രതിഭകൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഒരു പ്രതിഭകൾ ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് അവിടെയൊക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇതിപ്പോൾ സ്വന്തം ക്യാമറയിൽ 2000ഓളം ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുത്ത് അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി
പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാഹിത്യ അക്കാദമിയിലോ ഞാൻ ഇങ്ങനെ ഇത് നടന്നു പോലും ഞാൻ അറിഞ്ഞില്ല. രണ്ട് ഗവൺമെൻറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. 10 വർഷം ഞാൻ ഗവൺമെൻറ്റിലെ PTA പ്രസിഡൻ്റായിരുന്നു. എനിക്ക് 3 പെൺകുട്ടി, അതുകൊണ്ട് 10 വർഷം കിട്ടിയത്. ഇപ്പോഴും ഞാൻ അവിടുത്തെ വികസന സമിതിയുടെ ചെയർമാനായിട്ട്. നമുക്കറിയാം, യുവജന ഈ പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഞങ്ങൾ SSLC ആയാലും +2 ആയാലും അതുപോലെ തന്നെ അവർ ഏതൊക്കെ വിഷയങ്ങളിൽ റാങ്ക് നേടിയിട്ടുണ്ടോ, അവാർഡ് നേടിയിട്ടുണ്ടോ, അവരൊക്കെ അതിന് നന്നായി പരിപോഷിപ്പിക്കാൻ അവരൊക്കെ ഒരു താങ്ങ് ആവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 10-12 പേരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് എല്ലായ്പ്പോഴും ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും തിരക്ക് പിടിച്ച ആളുകളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സമയം കണ്ടെത്തി. ഇത് ഞാൻ നവംബർ മാസം അറിഞ്ഞതാണ്. സത്യത്തിൽ നമ്മുടെ ഒരു സമയക്കുറവ്, അതിനിടയിൽ ഈ കാലിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഇടപെടാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് അന്ന് ഒരാളുടെ സഹായമായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ചുറ്റുപാടിലൊക്കെ വണ്ടി ചെറുതായിട്ടൊന്ന് ഓടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. ബെന്നി ആഞ്ഞിലപ്പടി, ജനാർദ്ദനൻ, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര സ്വദേശി കരാട്ടുപറമ്പിൽ കരുണാകരൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് കമൽജിത്ത്. ശ്രീനാരായണപുരത്ത് മാതാവിനെ ആക്രമിച്ച കേസിൽ മകനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം മുള്ളൻ ബസാർ സ്വദേശി കറുപ്പം വീട്ടിൽ 19 വയസ്സുള്ള അസ്ലമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. തറവാട് വീട്ടിലേക്ക് പോകേണ്ടെന്ന ഉമ്മ പറഞ്ഞതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് മദ്യലഹരിയിലായിരുന്ന അസ്ലം ഉമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആസ്മ ബി, സിവിൽ പോലീസ് ഓഫീസർ ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് തുറന്നു. പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും രോഗനിർണയവും വേഗത്തിലാക്കാൻ യൂണിറ്റിന്റെ പ്രവർത്തനം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രിയിൽ 13 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച CCTV ക്യാമറകളും ചടങ്ങിൽ സ്വിച്ച് ഓൺ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, കാനാടി കുട്ടിച്ചാത്തൻകാവ് മഠാധിപതി വിഷ്ണു ഭാരതീയൻ, ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി, MK ഷൺമുഖൻ, TB മായ, വിനീത ബെന്നി, CK കൃഷ്ണകുമാർ, രജനി തിലകൻ, സൂപ്രണ്ട് ഡോക്ടർ മിനി തമ്പി, PA സന്തോഷ്, RL വൈശാഖൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗ്രാമപഞ്ചായത്തിൽ ഹരിത പ്രഖ്യാപനം നടത്തി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ഗ്രേഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിത പ്രഖ്യാപനം. പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചെർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായി ബേബീസ് ഹാപ്പിനെസ് ഡേ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.